കാട് വെട്ടിത്തെളിച്ചും വന്യമൃഗങ്ങളോട് പോരടിച്ചും കരിമ്പാറകൾ പൊട്ടിച്ചും പട്ടിണി കിടന്നും ഒരു മലമ്പ്രദേശത്തെ ഒന്നാകെ പൊന്നുവിളയിക്കുന്ന മണ്ണാക്കി മാറ്റിയത് ഒരു ജനതയുടെ ഇച്ഛാശക്തിയും ചെറുത്തുനിൽപ്പും ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. പോരാട്ട വീര്യത്തോടെ ജീവിതത്തിന്റെ ഓരോ മേഖലയും കീഴടക്കി മുന്നേറുന്ന ഇടുക്കി ജനതയ്ക്ക് ഓരോ തിരഞ്ഞെടുപ്പ് എത്തുമ്പോഴും തങ്ങളുടെ പൂർവികന്മാർ കടന്നുവന്ന അതേ പോരാട്ട വീര്യം തന്നെയാണ് ഉണ്ടാകുന്നത്. പാർട്ടിയോ ചിഹ്നമോ അവർക്ക് മുന്നിൽ പ്രസക്തമാകുന്നില്ല. തങ്ങളുടെ അതിജീവനത്തിനായി ഒപ്പം നിൽക്കുമെന്ന് വിശ്വസിക്കുന്നവർ ആരോ അവർക്ക് വേണ്ടിയായിരിക്കും ഓരോ വോട്ടറുടെയും വിരലിൽ മഷി പുരളുക. മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇടുക്കിയിൽ ഒരേ എതിരാളികൾ ഇറങ്ങുന്നത് മൂന്നാം അംഗത്തിനാണ്. LDFിൽ നിന്ന് ജോയിസ് ജോർജും UDFിൽ നിന്ന് ഡീൻ കുര്യാക്കോസും ഇറങ്ങുമ്പോൾ പോരാട്ടം കടുക്കുമെന്നുറപ്പാണ്. മുൻ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി സ്ഥിരം ടോർച്ച് ചിഹ്നത്തിന് പകരം അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലാണ് ഇക്കുറി ജോയിസ് ജോർജ് മത്സരിക്കുന്നതെന്നാണ് വലിയ പ്രത്യേകത. രണ്ടുപേരും ഓരോ തവണ ജയിച്ചപ്പോൾ ഒരു തവണ തോറ്റു. ഇടുക്കിയിൽ ഇടതു വലതു മുന്നണി സ്ഥാനാർത്ഥികൾക്ക് മാറ്റമില്ല. പക്ഷേ രാഷ്ട്രീയ കാലാവസ്ഥ ഏറെ മാറി. കത്തി നിന്ന വിഷയങ്ങൾ പലതും കെട്ടു. വന്യമൃഗശല്യവും കാർഷിക വിളകളുടെ വിലത്തകർച്ചയും പ്രധാന പ്രശ്നങ്ങളായി നിൽക്കുന്നു. കുന്നുകളും താഴ്വരകളും ഇടകലർന്നതാണ് ഇടുക്കിയുടെ സവിശേഷത. ഒരിടത്ത് ഇടതിനാണ് മേധാവിത്വമെങ്കിൽ മറുഭാഗത്ത് കാര്യം നേരെ തിരിച്ചു. വിജയപ്രതീക്ഷയില്ലെങ്കിലും വോട്ട് നില മെച്ചപ്പെടുത്താൻ സംഗീത വിശ്വനാഥനെയാണ് NDA കളത്തിലിറക്കിയിരിക്കുന്നത്. ഇതിലൂടെ ഇരുഭാഗത്തു നിന്നും ഇടഞ്ഞു നിൽക്കുന്ന പെമ്പിള്ളൈ ഒരുമൈ പോലുള്ളവരുടെ വോട്ടും നേടിയെടുക്കാനാകുമെന്ന് NDA കണക്കുകൂട്ടുന്നുണ്ട്. ഇടുക്കി ജില്ലയിലെ ദേവികുളം, ഉടുമ്പൻചോല, തൊടുപുഴ, ഇടുക്കി, പീരുമേട് നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, കോതമംഗലം നിയമസഭാ മണ്ഡലങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം. തൊടുപുഴ, മൂവാറ്റുപുഴ നിയമസഭാ മണ്ഡലങ്ങൾ ഒഴികെ മറ്റ് 5 മണ്ഡലങ്ങളിലും നിലവിൽ LDF MLAമാരാണ്. എങ്കിലും പൊതുവെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് മണ്ഡലത്തിൽ പ്രാമുഖ്യം ലഭിക്കാറുണ്ട്. ജില്ലയിൽ കുടിയേറ്റ കർഷകന്റെ മനോവികാരത്തെ ആയുധമാക്കിയാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മുന്നണികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ഭൂപ്രശ്നം, പട്ടയം, വന്യജീവി സംഘർഷം മുതലായ വിഷയങ്ങൾ എന്നും ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലമെന്ന നിലയിൽ ഇവയെല്ലാം എല്ലാ കാലവും തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഭൂപ്രശ്നങ്ങളും ദിനംപ്രതി വർദ്ധിക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങളും ജില്ലയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കൃഷി ഉപജീവനമാർഗമായിട്ടുള്ള സാധാരണ ഇടത്തരം കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് തക്കതായ വില ലഭിക്കുന്നില്ലാത്തതും പ്രതിസന്ധിയാണ്. കെട്ടിട നിർമ്മാണ നിരോധനവും പട്ടയ പ്രശ്നങ്ങളുമൊക്കെയായി ജില്ലയിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മുഴങ്ങിക്കേൾക്കുന്നത് സ്വന്തം മണ്ണിൽ കാലുറപ്പിച്ചു നിൽക്കാനുള്ള സാധാരണക്കാരന്റെ ശബ്ദമാണ്. സാമുദായിക സമവാക്യങ്ങളും തിരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കാറുള്ള മണ്ഡലമാണ് ഇടുക്കി. ഹൈറേഞ്ച് സംരക്ഷണ സമിതി അപ്രസക്തമായെങ്കിലും ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലമെന്ന നിലയിൽ കത്തോലിക്ക സഭയുടെ നിലപാട് ഇത്തവണയും തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. ഹൈറേഞ്ചിൽ കോൺഗ്രസിന് MLA ഇല്ലാതായിട്ട് നാളുകളായി. ഇടുക്കിയിൽ 5 ടേമിലും റോഷി അഗസ്റ്റിൻ തന്നെ വിജയിച്ചെങ്കിലും 2021 കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFിലേക്ക് ചേക്കേറിയതോടെ ഇടുക്കിയും ചുവന്നു. പീരുമേട് CPIക്ക് മേൽക്കോയ്മ ഉള്ള മണ്ഡലമാണ്. വാഴൂർ സോമനിലൂടെ ഇത്തവണയും CPI മണ്ഡലം പിടിച്ചു നിർത്തി. ഉടുമ്പൻചോലയിൽ നിന്ന് കഴിഞ്ഞ 2 തവണയും MM മണി തന്നെയാണ് നിയമസഭയിലെത്തിയത്. ദേവികുളം 1991, 96, 2001 തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനൊപ്പമായിരുന്നെങ്കിലും 2006 മുതൽ LDFിനൊപ്പമായി മാറി. 2021 S രാജയിലൂടെ CPM മണ്ഡലത്തിൽ വേരുറപ്പിച്ചു. തൊടുപുഴയിൽ കേരള കോൺഗ്രസിലെ PJ ജോസഫാണ് MLA. മൂവാറ്റുപുഴയും കോൺഗ്രസിനൊപ്പമാണ്. മാത്യു കുഴൽനാടനാണ് MLA. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കുമെതിരെ കുഴൽനാടൻ ഉയർത്തുന്ന ചോദ്യങ്ങൾ ചർച്ചാ വിഷയമാണെങ്കിലും ചിന്നക്കനാലിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കോതമംഗലത്ത് CPMലെ ആന്റണി ജോൺ ആണ് MLA. ഇവിടെ ചർച്ച് ആക്ടുമായി ബന്ധപ്പെട്ട സർക്കാർ നിലപാടുകളും ചർച്ച ചെയ്യപ്പെടും.
സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയായ ഇടുക്കിയുടെ മണ്ണിൽ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ തെല്ലൊന്നു വിയർക്കും. തികച്ചും വ്യത്യസ്തമായ ജില്ലയുടെ ഭൂമിശാസ്ത്രം തന്നെയാണ് അതിന് കാരണം. തൊടുപുഴയിൽ നിന്ന് കാന്തല്ലൂരിലെത്താൻ 129 കിലോമീറ്റർ സഞ്ചരിക്കണം. പീരുമേട്ടിൽ നിന്നുമാകുമ്പോൾ 163 കിലോമീറ്ററുകൾ സഞ്ചരിക്കണം. വട്ടവട എത്തണമെങ്കിൽ ദൂരം ഇനിയും കൂടും. ഇടമലക്കുടിയിലെത്തി വോട്ടർമാരെ കാണണമെങ്കിൽ മണിക്കൂറുകളോളം കാട്ടിലൂടെ സഞ്ചരിക്കണം. ജില്ലയിലെ എല്ലാ മേഖലകളിലൂടെയും പര്യടനം പൂർത്തിയാക്കുക സ്ഥാനാർത്ഥികൾക്ക് മുന്നിലെ വെല്ലുവിളി തന്നെയാണ്. 1977 മണ്ഡലം രൂപീകൃതമായത്. ആദ്യ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ CM സ്റ്റീഫനിലൂടെ മണ്ഡലത്തിൽ UDF സ്ഥാനം പിടിച്ചെങ്കിലും 1980 CPIMലെ MM ലോറൻസിലൂടെ മണ്ഡലം LDF പിടിച്ചെടുത്തു. പിന്നീട് 1998 വരെ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ മണ്ഡലം കോൺഗ്രസിനൊപ്പം തന്നെയായിരുന്നു. 1984 PJ കുര്യനും 1989 91 പാല KM മാത്യുവും 96 AC ജോസും 98 PC ചാക്കോയും കോൺഗ്രസ് MPമാരായി ലോക്സഭയിലെത്തി. 1999 തിരഞ്ഞെടുപ്പിൽ UDF കോട്ട തകർത്ത് ഫ്രാൻസിസ് ജോർജിലൂടെ മണ്ഡലം LDF പിടിച്ചെടുത്തു. 2004 LDF വിജയം ആവർത്തിച്ചു. 2009 PT തോമസിലൂടെ UDF മണ്ഡലം തിരിച്ചുപിടിച്ചു. 2014 ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ബാനറിൽ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് വിജയിച്ചെങ്കിലും 2019 ചരിത്ര ഭൂരിപക്ഷത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിലൂടെ UDF മണ്ഡലം തിരിച്ചെടുക്കുകയായിരുന്നു.